ഇറാന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇസ്രായേൽ ട്രംപിനോട് പറയും. അത് ട്രംപ് ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ പണി പാളും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മറ്റൊന്നുമല്ല, ട്രംപിനെ ഭയപ്പെടുത്തുന്നത്, ട്രംപിനെ വേട്ടയാടുന്നത് നെതന്യാഹുവിന്റെ കയ്യിലുള്ള എപ്സ്റ്റീൻ ഫയലുകളാണ്. എന്താണ് ഇപ്പോൾ ഇറാന് ചെയ്യാൻ വേണ്ടി നെതന്യാഹു ആവശ്യപ്പെടുന്നത്? ഒന്നാമത്തേത്, ഇറാന്റെ ആണവ സംവിധാനങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, മുഴുവൻ സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഇറാനിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇറാന്റെ മിസൈൽ പരിധി 300 കിലോമീറ്ററായി ചുരുക്കണം. അതിനപ്പുറം ഇറാന്റെ മിസൈലുകൾ പോകാൻ പാടില്ല എന്നതാണ് നെതന്യാഹു ട്രംപിന്റെ മുന്നിൽ വെക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ലോകത്തെവിടെയുമുള്ള പ്രോക്സികളുമായി ഇറാൻ ബന്ധപ്പെടാൻ പാടില്ല. അവർക്ക് സഹായങ്ങളോ സംവിധാനങ്ങളോ എത്തിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ട്രംപിന് അത് ചെയ്തേ മതിയാകൂ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ശക്തമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ച എന്ന പേരിൽ നടക്കുന്നതെല്ലാം ചതികളാണ്. അതുകൊണ്ട് ഓരോ ആളുകളും, ഇറാനിലുള്ള ഓരോ വ്യക്തികളും അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുക. ചർച്ചകളുമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം, പക്ഷെ ഓരോരുത്തരും അവരുടേതായ കൃത്യനിർവഹണങ്ങൾ നടത്തിയിരിക്കണം. ഏത് സമയത്തും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ സന്നദ്ധരായിരിക്കണം എന്ന് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ചി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വെറുതെ പറയുകയല്ല. എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഇസ്രായേൽ ചെയ്യുമ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പ്രതികരണമില്ലാതെ പോകുന്നത്? അമേരിക്കൻ ഭരണകൂടം എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ആവശ്യങ്ങൾക്ക് ഒരു അടിമവേല ചെയ്യുന്നത് പോലെ വിധേയപ്പെടണമെന്ന ചോദ്യം ഉണ്ടാകും. അതിനുത്തരമാണ് ഈ പറയുന്നതെല്ലാം. ഇനി നോക്കൂ നിങ്ങൾ, നെതന്യാഹു ശക്തമായി വെല്ലുവിളിക്കുകയാണ്. നേരത്തെ നാം പറഞ്ഞത് ഇസ്രായേലിന്റെ ചാനൽ 14 ഇങ്ങനെ ആവശ്യം ഇസ്രായേൽ ട്രംപിനോട് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ നെതന്യാഹു പരസ്യമായി യൂറോപ്യൻ രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ചെയ്തു കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത് ഗുരുതരമായ കാര്യങ്ങളായിരിക്കും. ഇവിടെ പറയുന്നത്, യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്നത്, ജൂതർക്കെതിരെയുള്ള ശത്രുത നിങ്ങൾ ലോകത്ത് നിർത്തലാക്കണം. അതായത് ജൂത ശത്രുക്കൾക്കെതിരെ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കണം. ജൂതന്മാർക്ക് ലോകത്തെവിടെയും സമാധാനവും സുരക്ഷയും നിങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മളുടെ ഈ മുന്നറിയിപ്പുകൾ അനുസരിച്ചുകൊണ്ട് പോകുന്നതാണ്. അതല്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ്. എന്താണ് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം കാലിന് കീഴിൽ നിർത്തി ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്താൻ നെതന്യാഹുവിന്റെ കയ്യിലുള്ള ബോംബെത്താണ്? അതാണ് എപ്സ്റ്റീൻ ഫയലുകൾ. അത് ഇസ്രായേലിന്റെ സ്വന്തം പദ്ധതികളാണ്. യഥാർത്ഥത്തിൽ അതൊരു ബ്ലാക്ക് മെയിൽ ഫാക്ടറി ആയിരുന്നു എന്നതാണ് സത്യം. അടുത്ത വീഡിയോയിൽ എപ്സ്റ്റീൻ ഇസ്രായേലിന്റെ ചാരപ്രവർത്തകനായി, എപ്സ്റ്റീൻ ഫയലുകൾ ഇസ്രായേലിന്റെ പ്രൊഡക്ഷൻ ആണോ ലോകത്ത്? അടുത്ത വീഡിയോയിൽ ഗ്രേറ്റ് ഇസ്രായേൽ നിർമ്മിക്കാനുള്ള ഇസ്രായേലിന്റെ കുടില തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ധാരാളം തെളിവുകൾ സഹിതം ആ കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത്.